ഹായ് ഗായ്സ്, ദേവദർശിനി. അപ്പോൾ പരീക്ഷയെല്ലാം അടുത്ത് വന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പഠിക്കുകയാണ്. മാത്സ് ടഫായിട്ടുള്ളൊരു വിഷയമാണ്. എന്നെ സംബന്ധിച്ചോളം എനിക്ക് മാത്സ് തലയിൽ കയറുകയേ ചെയ്യില്ല. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പിന്നെ മനസ്സിലാക്കിയോണ്ടാന്ന് തോന്നുന്നു 6 മാർക്ക് അങ്ങനെ ആയി. അപ്പോൾ ഇത് 12ാമത്തെ ചാപ്റ്റർ സ്റ്റാറ്റിക്സിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. എന്തായാലും വരും, ഇതെന്തായാലും ഉറപ്പാണ്. അതുകൊണ്ട് നമുക്കിത് പഠിക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡേവിയേഷൻ. അപ്പോൾ ക്ലാസ്സും ഫ്രീക്വൻസിയും നമുക്ക് തരും. എന്നിട്ട് നമ്മളത് കോളം വരച്ചിട്ട് ക്ലാസ്സും ഫ്രീക്വൻസി മിഡിൽ പോയിൻ്റ് ഇതെല്ലാം കണ്ടുപിടിക്കുക. അതിന് ഇതിൻ്റെ മിഡിൽ പോയിൻ്റ് കണ്ടുപിടിക്കണം. 0 10ൻ്റെ ഇടയ്ക്കുള്ളതാണ് 5, 10ൻ്റെയും 20ൻ്റെ ഇടയ്ക്കുള്ളതാണ് 15. അങ്ങനെ നമ്മളെല്ലാം കണ്ടുപിടിക്കും. ഫ്രീക്വൻസി എല്ലാം എടുത്ത് കൂട്ടുക, 50 കിട്ടും. പിന്നെ നമുക്ക് ഇത് രണ്ടും ഗുണിച്ച് കഴിഞ്ഞാൽ 25 കിട്ടും. 8ഉം 15ഉം ഗുണിച്ച് കഴിഞ്ഞാൽ 120 കിട്ടും. അങ്ങനെ നമ്മൾ ഗുണിച്ചെഴുതിയിട്ടാകുമ്പം 1000 ഇതെല്ലാം കൂട്ടിയപ്പോൾ 1350 കിട്ടും. അതിനെ നമ്മൾ ഈ ഇക്വേഷൻ എടുക്കുക. എസ് മോഡ് ഈസ് ഈക്വൽ ടു 1/n സിഗ്മ FI SI. എന്നിട്ട് ഈ സംഖ്യയും നമ്മൾ ഹരിക്കുമ്പം 27 കിട്ടും. ആ 27 പിന്നെ വേരിയൻസ് സ്ക്വയർ ഈ ഇക്വേഷൻ എഴുതുക. എന്നിട്ടാകുമ്പം നമ്മൾ ഇത് കിട്ടണമെങ്കിൽ 25 × 5 125, 120 × 8 അപ്പോൾ 1800 കിട്ടും. അതുപോലെ നമ്മളെല്ലാം ചെയ്യണം. എന്നിട്ട് നമ്മളിതെല്ലാം കൂട്ടുമ്പം 4000 ഇത് കിട്ടും.